എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കീഴിലെ ഇക്കിരി അപ്ഡേറ്റ്സ് ആണ്. നമ്മുടെ സൂര്യയുടെ വരാനിരിക്കുന്ന സിനിമകളുടെ അപ്ഡേറ്റ്സ് ആണ്. യെസ്, ആദ്യം നമ്മൾ പറയുന്നത് സൂര്യ 45നെ കുറിച്ചാണ്. ഓക്കെ, ബാലാജി. യെസ്, ഇപ്പോൾ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് സൂര്യ 45 ആണ്. ഇനി ആളുടെ വരാനിരിക്കുന്ന സിനിമ സൂര്യ 44 ആണ്. അതിൻ്റെ പേരൊന്നും ഇതുവരെ വന്നിട്ടില്ല. ടൈറ്റിൽ റിവീൽ എന്നാണ് എന്നുള്ളത് കാത്തിരിക്കുകയാണ്. അല്ല, ഡിസംബർ ഫസ്റ്റ് വീക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഡിസംബർ ഫസ്റ്റില്. അത് ഇതുവരെ വന്നിട്ടില്ല. ഇനി എപ്പോഴാണോ വരുന്നത് പറയാൻ പറ്റില്ല. ഇത് ചിലപ്പോ ഇനി ഇതിലായിരിക്കും കേട്ടോ, ന്യൂ ഇയറിനൊക്കെ കാത്തു വെച്ചേക്കായിരിക്കും. അടിപൊളിയായിരിക്കും. അന്ന് ഫുൾ ബിസി ഷെഡ്യൂളാണ്. ഇത് വന്നിട്ട് അതാണ്, ഇത് വന്നിട്ട് മാത്രം കാര്യമില്ല, ഇത് ചെയ്യാനും കൂടെ ഉള്ള സമയം തരണം. നിങ്ങള് കളിക്കാൻ നിൽക്കരുത്. ഇത് ഞങ്ങളുടെ മാത്രം പ്രശ്നമാണ്. അതെ, തീർച്ചയായിട്ടും. മറ്റുള്ളവർക്ക് ആ പ്രശ്നമല്ല. മറ്റുള്ള റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാർക്ക് പ്രശ്നമുണ്ടാവും. അത് കണ്ടമാനങ്ങൾ സാധനം വരുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാം ചെയ്യുന്നവർക്ക് പ്രശ്നം. അതെ, ഞങ്ങളാണെങ്കിൽ ഒന്നും വിടാറുമില്ല, അതാണ് പ്രശ്നം. എന്തായാലും ഇതൊന്നും വിടാനും ഉദ്ദേശിച്ചിട്ടില്ല. അപ്പോൾ സൂര്യ 44ന്റെ ടൈറ്റിലിന് വെയിറ്റ് ചെയ്യുന്നു. ഓൾറെഡി പുറത്തു വരുമെന്നുള്ളതാണ് റൂമേഴ്സ്. നമ്മുടെ കാർത്തിക് സുബ്രാജ് ഒരുക്കുന്ന സിനിമയാണ് പടം. അതിലാണ് പ്രതീക്ഷ. ഓക്കെ, അടുത്തത് സൂര്യ 45 ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. RJ ബാലാജിയാണ് ഇതിൻ്റെ സംവിധായകൻ. ഇതൊരു കോടതി ബേസ് ചെയ്തിട്ടുള്ളൊരു സ്റ്റോറിയാണെന്നുള്ളതാണ്. അതായത് നമ്മുടെ സൂര്യ ഇതിൽ ഒരു ലോയറായിട്ടാണ്, തൃഷ ഇതിലൊരു ലോയറായിട്ടാണ്. പക്ഷേ ഇവർ രണ്ടുപേരും രണ്ട് പക്ഷത്തു നിന്ന് എതിരിടുന്ന രണ്ട് കഥാപാത്രങ്ങളാണെന്നുള്ളതാണ് കേട്ടത്. ഇതിലൊരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കോടതി വളപ്പിൽ ഒരു അമ്പലമുണ്ട്. അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള എന്തോ ഒരു കേസ് ഈ കോടതിയിൽ വിചാരണ നടക്കുന്നു. അതിൽ ഈ ആത്മീയതയും പിന്നെ നിയമപരമായിട്ടുള്ള സംഭവങ്ങളും മിക്സ് ചെയ്തിട്ടുള്ള ഒരു പരിപാടി. എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ അക്ഷയ് കുമാറൊക്കെ അഭിനയിച്ച ഓ മൈ ഗോഡ് ആ രീതിയിലുള്ള ഒരു വൈബ് പരിപാടി ഉണ്ടല്ലോ. രണ്ട് രീതിയിലും അത് ശരിയാ. അതായത് നിയമം ഒന്ന് നോക്കും ഒരു പക്ഷത്ത്, അതുപോലെ തന്നെ സ്പിരിച്വൽ ആയിട്ടുള്ള പരിപാടി സാധനം കൂടി അതിനകത്ത് കയറി വരും. ഇതിനകത്ത് എന്താണെന്നറിയോ, ഇങ്ങനത്തെ ഒരു സംഭവം കൂടി പറയുമ്പോൾ കോടതി നമ്മള് ഒരു വിഭാഗം എപ്പോഴും കോടതി മറ്റേ നിയമം അങ്ങനത്തെ ആ വഴിക്ക് പോകണമെന്ന് ചിന്തിക്കുമ്പോഴും മറ്റൊരു വിഭാഗം ചിന്തിക്കുന്നത് കോടതി എന്ന് പറയുന്നത് ദൈവം, അതായത് നീതിയാണല്ലോ അവിടെ നടപ്പാക്കുന്നത്. അവിടെ ആ ഒരു സാധനം അങ്ങനത്തെ ഭക്തിന്റെ ഇതും കൂടി എല്ലാം കൂടി മിക്സ് ചെയ്തങ്ങ് വരും. അതായത് ശരിക്ക് നിയമം നമ്മൾ തീരുമാനിച്ചു വെച്ചിരിക്കുന്ന കോടതി ഒന്ന്, അതല്ലാതെ നമ്മുടെ മുകളിലുള്ള ഒരു കോടതി, അതാണല്ലോ ദൈവം. അപ്പൊ ആ രീതിയിലുള്ള ഒരു കൺസെപ്റ്റ്, ഒരു വലിയ കണ്ടന്റ് ഇതിലുണ്ടാവാൻ സാധ്യത കാണുന്നുണ്ട്. ശരിക്കും മാത്രമല്ല, ഭയങ്കര വളരെ സെൻസേഷൻ ആയിട്ടുള്ള ഒരു കണ്ടന്റാണ്. അങ്ങോട്ടോ ഇങ്ങോട്ടോ പാളിപ്പോയാ പോയി, ഒന്നങ്ങോട്ടോ ഒന്നിങ്ങോട്ടോ ഒന്ന് പാളിയാ കഴിഞ്ഞു. ഞാനും RJ ബാലാജിയും തവിട് പിടി ഞാൻ സൂര്യ. പക്ഷെ വേറൊരു കാര്യം പറഞ്ഞുതരാം, സൂര്യക്ക് ഇങ്ങനത്തെ ഉള്ള ക്യാരക്ടറുകൾ പെർഫോം ചെയ്യാൻ ഇഷ്ടം പോലെ ഭാഗങ്ങളുണ്ടാവും. അല്ലാണ്ട് വെറുതെ കാറിയിട്ട് പോകേണ്ടി വരൂല, കരച്ചിൽ മാത്രമായിരിക്കൂല, നല്ല കിടില പെർഫോമൻസും കാണാൻ പറ്റും. അതായത് നടിപ്പിൻ നായകനെ തിരിച്ചു കിട്ടും, വെറുതെ കൊണ്ടുവന്ന് ഡമ്മി ആയിട്ട് നിർത്തൂല. അത് ഇങ്ങനത്തെ ക്യാരക്ടർ ഇപ്പൊ ജയ്ഭീം നമുക്കറിയാം, ആള് കുറച്ച് ഭാഗങ്ങളിൽ ഇങ്ങനെ വന്ന് പോകുന്നു, ചില നോട്ടങ്ങളിൽ പോലും നമ്മൾ അറിയാണ്ട് ഇതായി പോകും. അങ്ങനത്തെ ക്യാരക്ടറുകൾ സൂര്യ എപ്പോഴും ഭദ്രമായിരിക്കും. അതേപോലെയുള്ള ക്യാരക്ടറാണ്, അത് അങ്ങനെ തന്നെ യൂസ് ചെയ്യട്ടെ. ഏതാണ്ട് അതിന്റെ ഒരു കണ്ടന്റിന്റെ ഒരു പരിപാടി ഉണ്ട്, അതിലും ജനാധിപത്യം തന്നെയാണ് വിഷയം. അപ്പോൾ ജനാധിപത്യത്തിന്റെ ഒരു പരിപാടി ഇതിൽ എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഭയങ്കര രസമായിട്ടുള്ള ഒരു കണ്ടന്റാണ് ഈ സൂര്യ 45ന്റെ സ്റ്റോറി. എന്താണെങ്കിലും മലയാളത്തിൽ നിന്ന് ഒരുപാട് താരങ്ങൾ ഇതിൽ കാസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒഫീഷ്യലി കുറച്ച് പേരുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. മലയാളത്തിൽ കുറച്ച് പേരുണ്ട്. അതിന് മുൻപ് നമുക്ക് യോഗി ബാബുവിനെ കുറിച്ച് പറയണം. ഓക്കെ, യോഗി ബാബു ഓൺ ബോർഡ് ആയിട്ടുണ്ട് ഒഫീഷ്യലായിട്ട്. എന്തോ കോമഡി ഉണ്ട്. എന്തിനാ അത് പറയുന്നത് എന്ന് ചോദിച്ചാൽ ഒരു പേടി സ്വപ്നമാണ്. യോഗി ബാബു, സൂര്യ, കിങ്സ്ലി അപ്പൊ അതുകൊണ്ട് യോഗി ബാബുവിനെ എടുത്ത് പറഞ്ഞോളൂ. എന്തായാലും മലയാളത്തിൽ നിന്ന് നമ്മുടെ സ്വാസിക വിജയ് ഒരു പ്രധാന കഥാപാത്രം ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ ശിവദ രണ്ട് എസ് കൊടുത്തിട്ടുണ്ട്. ആദ്യം അങ്ങനെ വായിച്ചു, ഞാൻ അങ്ങനെ വായിച്ചു. വിധാന്ന്. അതാരാണ്?
അപ്പോൾ എടാ നമ്മുടെ ജയസൂര്യൻ്റെ ഒക്കെ കൂടെയുള്ള നമ്മുടെ നടിയേ അത് ആര് എടാ SS ഫിദ ഇങ്ങനെ എല്ലായിടുന്നുള്ള ആളുടെ പേര് ഇതിന് മുൻപ് എന്നൊക്കെ. പിന്നെയാണ് ശിവദ. ശിവദ അതാണിത്, ആളാണിത്. എന്താണെങ്കിലും ശിവതയുണ്ട്. പിന്നെ ഇന്ദ്രൻസ്. കാസ്റ്റിംഗ് ആട്ടോ. അതെ, ഇന്ദ്രൻസ് എനിക്ക് ആദ്യമായിട്ടല്ലേ തമിഴ് സിനിമയിൽ അഭിനയിക്കുന്നത്? തമിഴിൽ ആദ്യമായിട്ടാണെന്ന് അറിഞ്ഞൂടാ, സൂര്യന്റെ കൂടെ ആദ്യമായിട്ടാണ്. അതാണ്. തമിഴിൽ വേറെ ഉണ്ടാവുമായിരിക്കട്ടെ, അറിഞ്ഞൂടാ. ഓർമ്മയിലൊന്നും ഈ അടുത്തൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇല്ല. പിന്നെ പണ്ടുങ്ങാനും ചെയ്തിട്ടുണ്ടോന്ന് അറിഞ്ഞൂടാ. എനിക്ക് അങ്ങനെ ഒരു സിനിമ ഓർമ്മ വരുന്നില്ല എന്റെ മനസ്സിൽ. ഫസ്റ്റ് തന്നെ ആയിരിക്കും. എന്താണെങ്കിലും ആൾക്കും പെർഫോം ചെയ്യാനുള്ള ഒരു സംഭവം ഉണ്ടാവും എന്തായാലും. അതെ, ഇന്ദ്രൻ സാറിന്റെ പെർഫോമൻസും കൂടി നമുക്ക് കണ്ടു താറുക. മിക്കവാറും മേ ബി ആളായിരിക്കും ഇതിന്റെ ജഡ്ജോ നോക്കാം, മെയിൻ. അറിഞ്ഞൂടാ. ഓക്കെ, അടുത്ത കാരണം അറിയോ, അതായത് ഏതെങ്കിലും ഒരു പക്ഷമല്ല, അത് രണ്ട് പക്ഷവും നിൽക്കുന്ന അങ്ങനെ മൈൻഡുള്ള ഒരാളായിരിക്കണം, ജഡ്ജായിരിക്കണം. അപ്പോൾ അത് കൺവിൻസ് ആവണമെങ്കിൽ അങ്ങനത്തെ ഒരാളാവണം. അതിനാണ് ഇന്ദ്രൻ സേട്ടനെ കാസ്റ്റ് ചെയ്തിട്ടുള്ളതെന്ന് തോന്നുന്നു. മനസ്സിലായോ? സ്പിരിച്വൽ രീതിയിലും ഓക്കെ ആവണം, അതിൻ്റെ കൂടെ സഞ്ചരിക്കണം. ജനാധിപത്യ രീതിയിൽ, അതായത് നിയമപരമായിട്ടുള്ള മാത്രം നോക്കിയിട്ട് അത് രണ്ടും ഇന്ത്യൻ ഭരണഘടനയിൽ മാത്രം വിശ്വസിക്കുന്ന ഒരാളും ആ രീതിയിലാവാൻ പാടില്ല. അപ്പോൾ രണ്ടും വിശ്വസിക്കുന്ന ഒരാൾ, അപ്പോഴാണുള്ളത് മുന്നോട്ട് പോകുള്ളൂ. അതെ, അങ്ങനെ ഒരു നന്നായി, നല്ലൊരു കാസ്റ്റിംഗ് തന്നെയാണ്. അങ്ങനെ ആണെങ്കിൽ പോലും, അല്ലെങ്കിലും അറിയാലോ ആൾക്ക് കൊടുക്കുന്ന ആള് ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുന്ന ആളാണ്. അപ്പൊ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. എന്താണെങ്കിലും മറ്റൊരു സിനിമയെ കുറിച്ചും പറഞ്ഞു കേൾക്കുന്നുണ്ട് ഇപ്പൊ, വെങ്കി അട്ലൂരി. വെങ്കി അട്ലൂരിൻ്റെ സിനിമ നമ്മുടെ സൂര്യണ്ണൻ ഉണ്ട് എന്നുള്ളതാണ് കേൾക്കുന്നത്. അതായത് വാത്തി, പിന്നെ ലക്കി ഭാസ്കർ. എന്തിനു വാത്തിയിലേക്കൊന്നും പോകണ്ടെന്നേ, ലക്കി ഭാസ്കർ അത് മാത്രം ചിന്തിച്ചാൽ മതി. അത് എടുത്തു പറയേണ്ട ഒരു സംഭവം തന്നെയാണ്. എന്തായാലും കാര്യങ്ങളൊക്കെ ഓക്കെ ആയി കഴിഞ്ഞാൽ ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് സിത്താര എൻ്റർടൈൻമെൻറ്റ്സ് ആയിരിക്കും എന്നുള്ളതും വാർത്ത വരുന്നുണ്ട്. അപ്പോൾ അതൊരു അത് പൊളി. അതിൻ്റെ ഇടയിൽ നമ്മുടെ സൂര്യണ്ണനെ നമ്മുടെ അമൽനീരത് പോയി കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ടല്ലോ. 40 ദിവസം ഷൂട്ട് തീർക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, അതായത് അമൽനീരത്തിന് സ്ഥിരം പരിപാടി ഉണ്ട്. ഒരു 3 വീട് അവിടെ പരിപാടി തീർക്കും ഇതിൻ്റെ ഉള്ളിൽ. ആ പരിപാടി വേണ്ട, ഇവന് കാര്യം മനസ്സിലാവുന്നില്ലത്. മൃഗയാണെന്നുണ്ടെങ്കിൽ മൃഗയ സ്റ്റോറിന്റെ സംഭവമാണെങ്കിൽ 3 വീടിൽ നിൽക്കൂല, ഒരു 30 വീടെങ്കിലും വേണ്ടി വരും. മാത്രല്ല മൊത്തം ലൊക്കാലിറ്റി മൊത്തം പരിപാടി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് വരണം. ഇപ്പൊ ഫുള്ള് ചെറിയ ബഡ്ജറ്റിൽ കുറച്ച് ആൾക്കാരെ കൊണ്ടുവരും, എന്നിട്ട് അത്രേ ഉള്ളൂ ലൊക്കേഷനും എല്ലാം. ഒരു 2 വീട് അതിൻ്റെ ഉള്ളിലുള്ള ഇൻഡോർ പരിപാടി, ആ പരിപാടി നമ്മൾ നീരത് മാറ്റണം. എപ്പോഴും അതാണ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എപ്പോഴും ഒരേ സ്റ്റൈലിൽ തന്നെ വന്നിട്ടുണ്ടെങ്കിൽ അത് ഇഷ്ടപ്പെടൂല. അതുകൊണ്ടാണ് സൂര്യനെ പോലെ വലിയൊരു നായകനെ വെച്ച് ചെയ്യുമ്പോഴേ എന്തായാലും വലുതാക്കി തന്നെ ചെയ്യണം, വലുതാവണം. പിന്നെ അത് മാത്രമല്ല, ഇതിന് വേറൊരു പ്രത്യേകത ഉണ്ട്, ഇത് മലയാളത്തിലാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ ഒരു ഫസ്റ്റ് പ്രയോറിറ്റി മലയാളം, പിന്നെയാണ് സെക്കൻഡാണ് തമിഴ്. ശരിക്ക് സൂര്യണ്ണൻ ഇവിടെ വന്നിട്ട് ഓരോ സിനിമ നല്ല സിനിമ സിമ്പിളായിട്ട് 100 അടിച്ച അങ്ങനെ പോലെ മലയാളത്തിൽ നിന്ന് മാത്രം അടിക്കാന്ന് പറയും. സത്യം, ആളുടെ ആ പവറിന്, അതായത് എന്താ പറയാ, എനിക്ക് തോന്നുന്നു സൂര്യയെ തമിഴ് ഓഡിയൻസേ അർഹിക്കുന്നില്ല, മലയാളികളാണ് അർഹിക്കുന്നത് കൂടുതലായിട്ട്. അതാണ് നമ്മൾ നടിപ്പിൻ നായകൻ എന്ന് പറയുന്ന ആ ടാഗ് ഉണ്ടല്ലോ, അത് മലയാളത്തിൽ അഭിനയിക്കുന്നുണ്ടെങ്കിൽ അത് അവിടെ യൂസ് ചെയ്യാൻ പറ്റും. അത് അങ്ങനത്തെ കഥകളാണ് മലയാളത്തിൽ കൂടുതലും വരുന്നത്, അത് അഭിനയിക്കാനുള്ള സാധനങ്ങൾ. എന്താണെങ്കിലും ഗംഭീര സിനിമകളാണ് ലിസ്റ്റിലുള്ളത്. പിന്നെ ചെറിയൊരു സംഭവം ഉണ്ട്, അതായത് പുരാന്ന് 400 അതിപ്പോൾ SK25 ആയിട്ട് നമ്മുടെ സുധാ കൊങ്കാര, ശിവകാർത്തികേയനും ജയൻ രവിയും പിന്നെ അഥർവയൊക്കെ വെച്ച് ചെയ്യാൻ പോവാണ്. അത് ഇതിനു മുൻപ് സൂര്യ 43 ആയിട്ട് അനൗൺസ് ചെയ്ത ഒരു സിനിമയാണ്. അതായത് സൂര്യ, ദുൽഖർ, വിജയ് വർമ്മ, നസ്രിയ, വലിയ ഒരു കാസ്റ്റിൽ വരുന്ന വലിയ സിനിമയായിരുന്നു. ഇപ്പോഴും വലുത് തന്നെയാണ്, അത് വേറെ കാര്യം. പക്ഷേ ആ സ്റ്റോറി എന്തുകൊണ്ട് സൂര്യണ്ണൻ ചെയ്തില്ല എന്നുള്ളത് ഒരു വീഡിയോ വന്നിട്ടുണ്ട്, നമുക്ക് അതൊന്ന് കാണാം. ഓക്കെ, സംഭവം സംഗതി കാര്യമുണ്ട്. புறநானூறு ஏன் சூர்யா சார் பண்ணலன்றதை நான் இங்கே தெளிவுபடுத்திடுறேன். அந்த படம் வந்து ரொம்ப ஒரு முக்கியமான அரசியலை பேசுகிற ஒரு படம். அண்ட் அதுக்கு வந்து இன்னும் ஏன் தரப்புல புரிதல் வேணும் அப்படின்னு நினச்ச ஒரு ஹீரோ அவர். ஸோ இது வந்து இந்த டைமில் நல்லா இருக்காது. நான் இன்னும் இதை பற்றி அப்படி அதை தாண்டி டேட்ஸ் இஷ்யூஸ் இருந்திருக்கு, அதை தாண்டி சுதா மேம் ஹேட் டு வெயிட் ஃபார் புறநானூறு டு ஷேப் அப் ஆல் ദാറ്റ്. അതായത് ഡേറ്റ് ഇഷ്യൂ ഒക്കെ അതിൽ വേറെ ഉണ്ട്. പക്ഷേ എങ്കിലും
അതായത് കൂടുതൽ പഠിക്കാൻ വേണ്ടി ആൾക്ക് സമയം വേണം എന്നുള്ളൊരു രീതിയിലാണ് ആളുടെ ഒരു സമീപനം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ കണ്ടന്റ് ഇപ്പം ചെയ്യുന്നത് നല്ലതല്ല എന്നുള്ളൊരു തോന്നൽ വന്നിട്ടുണ്ടെന്ന്. അത് സത്യമാണ് കേട്ടോ സൂര്യയുടെ കാര്യത്തില്. കാരണം നോർത്ത് ഇന്ത്യൻസിൽ ഭയങ്കരമായിട്ട് സപ്പോർട്ടുള്ള ഒരാളാണ് സൂര്യ. അപ്പോൾ ഹിന്ദിയും തമിഴും തമ്മിലുള്ള ആ ഒരു വിഷയം ഉണ്ടല്ലോ, അത് കൂടുതലായിട്ട് ചർച്ചയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ മേ ബി ആ ഒരു സപ്പോർട്ട് അവിടെ കുറയാം. പിന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുറയുന്നത് നല്ലതല്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതൊരു വിഷയം തന്നെയാണ്. കാരണം ദളപതി വന്ന് ആ വലിയ പ്രോഗ്രാം നടന്ന സമയത്തും അതിനുശേഷം അജണ്ടകൾ പറയുന്ന സമയത്ത് ദളപതിന്റെ ഭാഗത്തുനിന്ന് ദളപതി പറഞ്ഞ സംഭവമുണ്ട്, തമിഴ്നാട്ടിൽ ഇനി ഹിന്ദി വേണ്ട എന്നുള്ളത്. അപ്പൊ ഹിന്ദി അന്നും ഇന്നും അവിടെ ഒരു വിഷയമായിട്ടുള്ള സംഭവം തന്നെയാണ്. അപ്പൊ അത് വിഷയമാക്കിയിട്ട് ഒരു സിനിമ ചെയ്യുമ്പോൾ അതും പക്ക ശക്തമായ രാഷ്ട്രീയം സംസാരിക്കുന്ന ഒരു സിനിമ. സുധാകര അത് കുറച്ച് സ്ട്രോങ് ആണ് ആള്, കഥ പറയുമ്പോൾ എന്തായാലും സ്ട്രോങ് ആയിട്ട് തന്നെ പറയും. അപ്പോൾ ആ കാര്യത്തിൽ ഒന്ന് സൂര്യ ശ്രദ്ധിക്കുന്നതന്നെ നല്ലത്. അങ്ങനെയാണെങ്കിൽ ഇത് SKക്ക് പോകുന്നതന്നെ നല്ലതെന്നുള്ളത് ചിന്തിച്ചിട്ടുണ്ടാവാം. അത്ര തന്നെ ആയിരിക്കും, അത് ബാധിക്കും സൂര്യനെ. അതുകൊണ്ടായിരിക്കും സുധാകർ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവാം നല്ലത് SKക്ക് തന്നെയാണെന്നുള്ളത് അല്ലേ. പിന്നെ ആ രീതിയിലുള്ള ഒരു സ്റ്റോറി അല്ല ഇപ്പോൾ എന്നുള്ളതും കേൾക്കുന്നുണ്ട്, മാറ്റം വരുത്തിയിട്ടുണ്ട്, വേറെ പരിപാടി പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്താണെങ്കിലും വരട്ടെ, നോക്കാം. അതെ, അപ്പോൾ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റു വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.